1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് വിക്ഷേപിച്ചപ്പോൾ ലോകം മുഴുവനും ഞെട്ടി. പിന്നീട് അമേരിക്കയുടെ ശ്രമം അതിനെ കവച്ചു വെക്കുക എന്നതായിരുന്നു. ഇന്ന് ചരിത്രം ആവർത്തിക്കുന്നു. 2025 ജനുവരി 20 ചൈന ഡീപ് സീ KI ലോഞ്ച് ചെയ്തപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അമേരിക്കയുടെ അപ്രമാദിത്വം തകർന്നടിഞ്ഞു. സ്പുട്നിക് പ്രതിസന്ധിക്ക് മറുപടിയായി നാസ രൂപീകരിച്ചതുപോലെ ഇപ്പോൾ അമേരിക്കയുടെ പരിഭവം കൃത്രിമ ബുദ്ധിയിലാണ്. സർക്കാർ, ടെക് ഭീമന്മാർ, സൈനിക ഉദ്യോഗസ്ഥർ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരേ പേര്, ഡീപ് സീക്ക്. ഡീപ് സീക്ക് KIയുടെ ഏറ്റവും പുതിയ മോഡലായ ഡീപ് സീക്ക് R1 റിലീസ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കകമാണ് ആപ്പ് സ്റ്റോറുകളിൽ അമേരിക്കയുടെ ChatGPTയെയും ക്ലോഡിനെയും പിന്നിലാക്കി ഒന്നാമതായി എത്തിയത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വളർച്ച തടയാൻ അമേരിക്ക ചിപ്പ് കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഏതാനും ദിവസങ്ങൾക്കകമായിരുന്നു ഇതെന്നത് ശ്രദ്ധേയമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ മേൽക്കൈ ഉണ്ടെന്ന് സ്വയം ധരിച്ചിരുന്ന അമേരിക്കയുടെ മിഥ്യാധാരണയ്ക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു ഡീപ് സീ KIയുടെ വരവ്. അമേരിക്കയുടെ OpenAI ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണങ്ങൾക്കായി $100 മില്യൺ നിക്ഷേപം നടത്തിയപ്പോൾ $5.6 മില്യൺ നിക്ഷേപത്തിൽ തികച്ചും സൗജന്യമായാണ് ഡീപ് സീ KI മാർക്കറ്റിലെത്തിച്ചത്. അതും അമേരിക്കൻ AI സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ പ്രോസസിംഗ് പവർ കുറഞ്ഞ ചിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ടെക് ഇൻഡസ്ട്രിയിലെ ഡീപ് സീ KIയുടെ തരംഗം അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റിലും പ്രതിഫലിച്ചു. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിന് ഒറ്റ ദിവസം കൊണ്ട് $1 ട്രില്യൺ നഷ്ടം സംഭവിച്ചത്. ഗൂഗിളിന്റെ മാതൃസ്ഥാപനമായ ആൽഫബറ്റിന് $100 ബില്യൺ, മൈക്രോസോഫ്റ്റിന് $7 ബില്യൺ നഷ്ടം സംഭവിച്ചപ്പോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നഷ്ടം നേരിട്ടത് അമേരിക്കൻ ചിപ്പ് നിർമ്മാതാക്കളായ എൻവിഡിയയ്ക്കാണ്. $600 ബില്യൺ എൻവിഡിയയ്ക്ക് ഒറ്റ ദിവസം നഷ്ടമായത്. ഡീപ് സീ KI അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നടത്തിയ ഈ സർജിക്കൽ സ്ട്രൈക്കിനെ അമേരിക്കയുടെ രണ്ടാം സ്പുട്നിക് നിമിഷമായാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ എന്താണ് ഈ സ്പുട്നിക് നിമിഷം? രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ നടന്ന പല സംഭവങ്ങളും അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇടയിൽ പരോക്ഷ യുദ്ധത്തിന്റെ വിത്തുകൾ പാകിയിരുന്നു. അതിലൊന്നായിരുന്നു നാസി ജർമ്മനി നിർമ്മിച്ച V2 റോക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള ശ്രമം. യുദ്ധത്തിന്റെ അവസാന നാളുകളിൽ റോക്കറ്റുകൾ നിർമ്മിച്ചിരുന്ന ഫാക്ടറികളും ബ്ലൂ പ്രിന്റുകളും സോവിയറ്റ് യൂണിയൻ പിടിച്ചെടുത്തപ്പോൾ റോക്കറ്റുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ശാസ്ത്രജ്ഞരെ അമേരിക്കയും ബ്രിട്ടനും പങ്കിട്ടെടുത്തു. യുദ്ധശേഷം ഈ റോക്കറ്റുകൾ പരിഷ്കരിച്ച് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നതിലായി അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ശ്രദ്ധ. ഇത്തരം മിസൈലുകൾ ശക്തിയേറിയ ആണവായുധങ്ങൾ ഘടിപ്പിച്ച് പ്രയോഗിച്ചാൽ ശത്രുവിന്റെ നാശം ഉറപ്പാക്കാമെന്ന് ഇരു ചേരികളും കണക്കുകൂട്ടി. അക്കാലത്ത് തന്നെയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള പദ്ധതി ഉടലെടുത്തത്. ഭൂമിയുടെ ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തേക്ക് പോകാവുന്ന മിസൈലുകളിൽ അണുവായുധത്തിന് പകരം ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ച് റോക്കറ്റിന്റെ ഗതി ക്രമീകരിക്കുക എന്നതായിരുന്നു ആശയം. സാമ്പത്തികമായും സാങ്കേതികമായും USSRനേക്കാൾ തങ്ങൾ വളരെ മുന്നിലാണെന്നായിരുന്നു അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ. അതുകൊണ്ട് തന്നെ തങ്ങളായിരിക്കും ആദ്യം ഉപഗ്രഹങ്ങൾ നിർമ്മിച്ച് വിന്യസിക്കുക എന്നായിരുന്നു അമേരിക്ക ഉറച്ചു വിശ്വസിച്ചിരുന്നത്. ഇന്റർനാഷണൽ ജിയോഫിസിക്കൽ ഇയറിനോടനുബന്ധിച്ച് തങ്ങൾ ആദ്യ ഉപഗ്രഹം വിന്യസിക്കും എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം സോവിയറ്റ് യൂണിയനും തങ്ങളുടെ ഉപഗ്രഹ പദ്ധതികളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1000 കിലോയിലധികം ഭാരമുള്ള ഒരു ഉപഗ്രഹം അവർ നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ ഇത്രയും ഭാരമുള്ള ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിക്കാൻ വേണ്ട റോക്കറ്റുകൾ നിർമ്മിക്കാൻ അവർക്ക് കൂടുതൽ സമയം വേണ്ടിയിരുന്നു. അതിനകം അമേരിക്ക തങ്ങളുടെ ഉപഗ്രഹം വിന്യസിച്ചാൽ ആ പ്രശസ്തി അവർക്കായിരിക്കും ലഭിക്കുക. തുടർന്ന് സോവിയറ്റ് യൂണിയൻ ഭാരം കുറഞ്ഞ മറ്റൊരു ഉപഗ്രഹം നിർമ്മിക്കാൻ ആരംഭിച്ചു. കേവലം 58 സെന്റിമീറ്റർ വ്യാസവും 84 കിലോഗ്രാം ഭാരവുമുള്ള ഒരു ചെറു ഉപഗ്രഹമായിരുന്നു ഇത്. ഗോളാകൃതിയിലുള്ള ഒരു ലോഹ ചട്ടക്കൂടിനുള്ളിൽ 2 ട്രാൻസ്മിറ്ററുകളും അവയ്ക്ക് വേണ്ട ഊർജ്ജം നൽകാൻ 3 ബാറ്ററികളും പുറത്ത് 4 ആന്റിനകളും ഇത്രമാത്രമായിരുന്നു ആ ഉപഗ്രഹം. പ്രോസ്റ്റിഷി സ്പുട്നിക് അഥവാ ലഘൂകരിച്ച ഉപഗ്രഹം എന്നായിരുന്നു ഇതിന്റെ വിളിപ്പേര്. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയന്റെ R7 റോക്കറ്റ് കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്ട്രോമിൽ നിന്നും ഈ ഉപഗ്രഹം വിജയകരമായി ആകാശത്തെത്തിച്ചു. 96 മിനിറ്റ് കൂടുമ്പോൾ ഭൂമിയെ വലം വെച്ചിരുന്ന ഈ ഉപഗ്രഹം അതിന്റെ 2 ട്രാൻസ്മിറ്ററുകളിൽ നിന്നുമായി 2 ഫ്രീക്വൻസികളിൽ സംപ്രേഷണം ആരംഭിച്ചു. നല്ലൊരു റേഡിയോ ഉള്ള ആർക്കും ഉപഗ്രഹം മുകളിലൂടെ പോകുമ്പോൾ സ്പുട്നിക്കിൽ നിന്നുള്ള ശബ്ദം കേൾക്കാമായിരുന്നു. ലോകമെമ്പാടുമുള്ള ശാസ്ത്രപ്രേമികൾ വൻ ആവേശത്തോടെയാണ് ഇത് ശ്രവിച്ചത്. എന്നാൽ കേവലം 21 ദിവസത്തിന് ശേഷം ട്രാൻസ്മിറ്ററിന്റെ ബാറ്ററി തീരുകയും 2.5 മാസത്തിനകം ഉപഗ്രഹം തിരിച്ച് ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്തു. എന്നാൽ അമേരിക്കൻ അജേയതയുടെ പൊള്ളത്തരം വെളിവാക്കാൻ അത്രമാത്രം മതിയായിരുന്നു. ടെലിവിഷന്റെ ആദ്യകാലമായിരുന്നുവെങ്കിലും അക്കാലത്ത് തന്നെ ബഹിരാകാശ യാത്രകളെക്കുറിച്ചായിരുന്നു അമേരിക്കൻ ജനത ആകാംക്ഷയോടെ കണ്ടിരുന്ന പല സീരിയലുകളും. തങ്ങളുടെ ശത്രുക്കളായി അവർ കരുതിപ്പോന്ന സോവിയറ്റുകൾ ബഹിരാകാശ രംഗത്ത് തങ്ങളെ പിന്നിലാക്കി എന്നത് അവർക്ക് തെല്ലും സ്വീകാര്യമായിരുന്നില്ല. എന്നാൽ സോവിയറ്റ് യൂണിയൻ ബഹിരാകാശ മേഖലയിൽ തങ്ങളെ കടത്തിവെട്ടി എന്നത് മാത്രമായിരുന്നില്ല അമേരിക്കയുടെ ആകുലത. ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് കൂടിയായിരുന്നു. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെയാണ് ഈ റോക്കറ്റുകൾ എന്നതിനാൽ
തങ്ങൾ സൈനികമായും പിന്നോട്ടു പോയതായി അവർ ഭയപ്പെട്ടു. സോവിയറ്റ് യൂണിയന് മുകളിലൂടെ പറന്നിരുന്ന U-2 ചാരവിമാനങ്ങളിലൂടെ അമേരിക്കൻ നേതൃത്വത്തിന് ഈ വിവരം നേരത്തെ തന്നെ അറിയാമായിരുന്നുവെങ്കിലും അവർ അതെല്ലാം രഹസ്യമാക്കി വെച്ചു. എന്നാൽ സ്പുട്നിക്കിൽ നിന്നുള്ള സിഗ്നലുകൾ ആർക്കും കേൾക്കാമെന്നായതോടെ ഇതെല്ലാം പുറത്തായി. അമേരിക്കൻ മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ചു. ന്യൂയോർക്ക് ടൈംസ് 1957 ഒക്ടോബർ മാസം മാത്രം സ്പുട്നിക്കിനെ കുറിച്ച് 279 ലേഖനങ്ങളാണ് എഴുതിയത്. 1957 നവംബർ 3-ന് USSR തങ്ങളുടെ രണ്ടാമത്തെ ഉപഗ്രഹവും വിക്ഷേപിച്ചു. ലൈക്ക എന്ന നായയായിരുന്നു അത്തവണ ഭ്രമണപഥത്തിലെത്തിച്ചത്. ഏതാനും മണിക്കൂറുകൾ മാത്രമായിരുന്നു ലൈക്ക ജീവനോടെ ഇരുന്നതെങ്കിലും വലിയ ഭയത്തോടെയാണ് പാശ്ചാത്യ ലോകം ഇതിനെയും കണ്ടത്. അടുത്ത പടിയായി ലൈഫ് സപ്പോർട്ട് ധരിച്ച് മാരകായുധങ്ങൾ ഏന്തിയ സോവിയറ്റ് സൈനികർ അന്തരീക്ഷത്തിൽ നിന്നും പറന്നിറങ്ങി ഭൂമി മുഴുവനും കീഴടക്കിയേക്കാം എന്നുവരെ പലരും ഭയപ്പെട്ടു. ഇതിനെല്ലാം ഒരു മറുപടി എന്നോണം 1957 ഡിസംബറിൽ അമേരിക്ക സ്വന്തം ഉപഗ്രഹം വിക്ഷേപിക്കാൻ ശ്രമിച്ചെങ്കിലും റോക്കറ്റ് ലോഞ്ച് പാഡിലിരുന്ന് പൊട്ടിത്തെറിച്ചു. ഇത് TVയിൽ ലൈവായി കണ്ട അമേരിക്കൻ ജനതയുടെ ഭീതി കൊടും സംഭ്രമമായി മാറി. അമേരിക്കയുടെ മിഥ്യാധാരണക്കേറ്റ ഈ പ്രഹരത്തെ പിൽക്കാലത്ത് സ്പുട്നിക് നിമിഷം എന്നാണ് അറിയപ്പെട്ടത്. ചരിത്രപരമായ താരതമ്യങ്ങൾ ശരിയല്ലെങ്കിലും അമേരിക്കയുടെ ടെക് ഇൻഡസ്ട്രിയിൽ ഡീപ് സീക്ക് AI ഉപയോഗിച്ച് ചൈന സൃഷ്ടിച്ച സംഭ്രമം ശീതകാല യുദ്ധത്തെ സ്പുട്നിക് നിമിഷത്തെ ഓർമ്മിപ്പിക്കുന്നു. നിർമ്മിത ബുദ്ധിയിൽ അജയരെന്ന് സ്വയം ഭാവിച്ചിരുന്ന അമേരിക്കയുടെ പൊള്ളത്തരം വെളിവാക്കിയ സംഭവമായിരുന്നു ഇത്. AI സ്റ്റോക്കുകളുടെ വാൾസ്ട്രീറ്റിലെ ദയനീയമായ തകർച്ച സിലിക്കൺ വാലിയെ തകർത്ത ഡീപ് സീക്കിന്റെ വരവിനെ കൂടുതൽ നാടകീയമാക്കി മാറ്റുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധത്തിന് ആരംഭം കുറിച്ചത് സ്പുട്നിക് വിക്ഷേപണമാണെങ്കിൽ ഏകദേശം ഒരു ദശാബ്ദമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ മത്സരത്തിന്റെ പുതിയ അധ്യായത്തിനാണ് ഡീപ് സീക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ അമേരിക്കയോട് ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത് എങ്കിലും അവർക്കത് തുടർന്നു കൊണ്ടുപോകാനോ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയ്ക്ക് ആ സാങ്കേതിക തുല്യത നിലനിർത്താനോ കഴിഞ്ഞില്ല. എന്നാൽ വലിയ GDPയും നൂതന സാങ്കേതിക വിദ്യകളിൽ വൻ നിക്ഷേപവുമുള്ള ചൈന അങ്ങനെയല്ല. എന്നിരുന്നാലും വരും വർഷങ്ങളിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ മത്സരം എങ്ങനെ വികസിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാനാവില്ല. $multi-billion ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ മികച്ച AI ടൂളുകൾ വികസിപ്പിക്കാനാവും എന്നാണ് ഡീപ് സീക്ക് തെളിയിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പ്രതീക്ഷ